കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ലോകയിലുള്ള മാർവൽ റെഫറൻസുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഹോളിവുഡ് സൂപ്പർ ഹീറോ ചിത്രങ്ങൾ കിതയ്ക്കുന്നിടത്താണ് മലയാളത്തിലെ ഈ കൊച്ചു സൂപ്പർ ഹീറോ ചിത്രം കുതിക്കുന്നതെന്ന്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഹോളിവുഡ് സൂപ്പർ ഹീറോ ചിത്രങ്ങൾക്ക് ഇത്ര കുഴപ്പം എന്താണെന്ന്. സൂപ്പർമാനും ഫാന്റാസ്റ്റിക് ഫോറും ഒക്കെ നല്ല ചിത്രങ്ങളല്ലേ എന്നും ചോദിച്ചിരുന്നു. നല്ല ചിത്രമൊക്കെ തന്നെയാണ്, പക്ഷേ എത്ര കളക്ഷൻ കിട്ടി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹോളിവുഡ് സൂപ്പർ ഹീറോ ചിത്രങ്ങളെ സംബന്ധിച്ച് ഒരു ദുരന്തം പിടിച്ച വർഷമായിരുന്നു 2025 എന്ന് നിസ്സംശയം പറയാം. ലോക എന്ന മലയാളത്തിലെ വെറും 30 കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമ 300 കോടി കളക്ഷനിലേക്ക് കുതിക്കുന്നു. അതായത് ഏകദേശം 600% ലാഭം. എന്നാൽ അത് ഹോളിവുഡിലാകട്ടെ 1000 കോടി ബജറ്റിൽ പുറത്തിറങ്ങിയ സിനിമകൾ വരെ തട്ടിമുട്ടി മുതൽ മുടക്ക് തിരികെ പിടിക്കാൻ കിടന്ന് വിയർക്കുകയാണ്. നമുക്ക് ഓരോ സിനിമയായിട്ടൊന്ന് നോക്കാം. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ സിനിമയാണ് മാർവലിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. $180 മില്യൺ ഈ സിനിമയുടെ ബജറ്റ്. ഫെബ്രുവരി 14 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളും മോശം അഭിപ്രായങ്ങളുമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നാലും പഴയ ക്യാപ്റ്റൻ അമേരിക്ക ചിത്രത്തിൻ്റെ 4ാം ഭാഗമായതിനാൽ തന്നെ ആ ബ്രാൻഡ് വാല്യൂ കാരണം പരാജയപ്പെടാതെ ഇത് രക്ഷപ്പെട്ടിരുന്നു. ലോകമെമ്പാടും നിന്ന് കഷ്ടിച്ച് ഈ ചിത്രത്തിന് കിട്ടിയത് $415 മില്യൺ. ക്യാപ്റ്റൻ അമേരിക്കയുടെ 3ാം ഭാഗം 1 ബില്യൺ ക്ലബിൽ കയറിയതാണെന്ന് ഓർക്കുമ്പോഴാണ് ഇതെന്തുമാത്രം കുറഞ്ഞ സംഖ്യയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വർഷം റിലീസ് ചെയ്ത 2ാമത്തെ സൂപ്പർ ഹീറോ സിനിമയാണ് തണ്ടർബോൾട്ട്സ്. മെയ് 2 പുറത്തിറങ്ങിയ ഈ സിനിമയും മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഭാഗം തന്നെയാണ്. ഈ സിനിമയുടെ കളക്ഷനെ പറ്റി പറയുന്നതിന് മുൻപ് ARM എന്ന മലയാള സിനിമയെ ഒന്ന് ഓർത്തെടുക്കാം. മണിയൻ എന്ന പെരുങ്കള്ളൻ്റെ പേരുദോഷം കാരണം കൊച്ചുമകനായ അജയൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അതിൽ നമ്മൾ കണ്ടു. അതല്ലേലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ നന്നായിട്ടിരുന്നാലും കുടുംബത്തിൽ ഒരാൾ മതി പേരുദോഷം ഉണ്ടാവാൻ. സെയിം സിറ്റുവേഷൻ ആയിരുന്നു തണ്ടർബോൾട്ട്സിനും സംഭവിച്ചത്. സംഭവം ഒരു അടിപൊളി സിനിമ തന്നെയാണ്. ഈ അടുത്ത് പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും കിടിലം സൂപ്പർ ഹീറോ സിനിമകളിലൊന്ന്. വ്യത്യസ്തമായ കഥ, അവതരണം, കഥാപാത്ര സൃഷ്ടി, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കിടിലൻ സിനിമ. നിരൂപകരും പ്രേക്ഷകരും ഒരേപോലെ ഈ ചിത്രത്തെ വാനോളം പുകഴ്ത്തി. എന്നാൽ മാർവൽ സ്റ്റുഡിയോസ് എന്ന ഭീമൻ പ്രൊഡക്ഷൻ കമ്പനി തുടർച്ചയായി മോശം ചിത്രങ്ങൾ റിലീസ് ചെയ്ത് പ്രേക്ഷകരെ പറ്റിച്ച പേരുദോഷം കാരണം ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. $180 മില്യൺ ബജറ്റുള്ള തണ്ടർബോൾട്ട്സിന് ആകെ ലഭിച്ചത് $370 മില്യൺ കളക്ഷൻ മാത്രമാണ്. അത് മാത്രമല്ല, ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കധികം സുപരിചിതർ അല്ലാത്തതും വലിയ ഹൈപ്പ് ഇല്ലാതിരുന്നതും തിരിച്ചടിയായിട്ടുണ്ട്. 3ാമത്തെ ചിത്രവും ഒരു മാർവൽ സിനിമയാണ്. ജൂലൈ 25 റിലീസ് ചെയ്ത ഫാന്റാസ്റ്റിക് ഫോർ. കോമിക് ബുക്ക് ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ ഹീറോ ടീമുകളിലൊന്നാണ് ഫാന്റാസ്റ്റിക് ഫോർ. അതുമാത്രമല്ല, 2005 ഇതേ പേരിൽ റിലീസ് ചെയ്ത ചിത്രം പല 90s കിഡ്സിൻ്റെയും കുട്ടിക്കാല നൊസ്റ്റാൾജിയയാണ്. വൻ ഹൈപ്പും പുതിയ ഫാന്റാസ്റ്റിക് ഫോർ ചിത്രത്തിന് റിലീസിന് മുൻപേ തന്നെ ലഭിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ കൂടുതൽ പേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞതും. എന്നാൽ 200 മില്യൺ ബജറ്റിലൊരുങ്ങിയ ഈ സിനിമയുടെ ആകെ കളക്ഷൻ 520 മില്യണിൽ ഒതുങ്ങിപ്പോയി. ആദ്യം പറഞ്ഞ 2 ചിത്രങ്ങളെ അപേക്ഷിച്ച് ഈ കളക്ഷൻ കൂടുതലാണ്. ഫാന്റാസ്റ്റിക് ഫോർ വിജയമാവുകയും ചെയ്തു. എന്നാൽ സാധാരണ ഹോളിവുഡിൽ പോസിറ്റീവ് റിവ്യൂ കിട്ടുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രത്തിന് ലഭിക്കേണ്ട കളക്ഷൻ ഇതല്ല. മുൻപ് മിക്സഡ് റിപ്പോർട്ട് കിട്ടിയ ക്യാപ്റ്റൻ മാർവൽ 1 ബില്യൺ ക്ലബിൽ കയറിയ ചരിത്രം നമുക്ക് മുൻപിൽ ഉദാഹരണമായിട്ടുള്ളതാണ്. ഇന്ന് ഈ കൂട്ടത്തിലെ കൊമ്പനെ പരിചയപ്പെടാം. ഈ വർഷം പുറത്തിറങ്ങിയ 4ാമത്തെ സൂപ്പർ ഹീറോ ചിത്രമാണ് ജൂലൈ 11 തിയേറ്ററിലെത്തിയ സൂപ്പർമാൻ. മികച്ച അഭിപ്രായം നേടി പ്രേക്ഷകർ ആഘോഷമാക്കിയിട്ടും ഈ സിനിമയ്ക്ക് ലഭിച്ചത് $614 മില്യൺ മാത്രമാണ്. എന്ത് ഗതികേടാണെന്ന് നോക്കണേ. 2013 പുറത്തിറങ്ങി സമ്മിശ്ര അഭിപ്രായം നേടിയ സ്നാക്ക് സ്നൈഡറിൻ്റെ മാൻ ഓഫ് സ്റ്റീൽ എന്ന സൂപ്പർമാൻ ചിത്രത്തിന് ലഭിച്ചത് $670 മില്യൺ. അപ്പോഴാണ് ഫുൾ പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടും ഇന്നത്തെ ടിക്കറ്റ് നിരക്കിൽ ഒരു സൂപ്പർ ഹീറോ ചിത്രം ഇങ്ങനെ കിടന്ന് കിതയ്ക്കുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചെങ്കിലും ചില രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് പോലെ നാണം കെട്ട വിജയമായി മാറി. 2011 ശേഷം ഈ വർഷമാണ് ഒരു സൂപ്പർ ഹീറോ ചിത്രവും 700 മില്യൺ ക്ലബിൽ കയറാതെ പോകുന്നത്. മാർവൽ സ്റ്റുഡിയോസിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു 2019 വരെ. എന്നാൽ ഇപ്പോൾ ഒരു സിനിമ കഷ്ടിച്ച് ബജറ്റ് തിരിച്ചു പിടിച്ചാൽ തന്നെ ഭാഗ്യമെന്ന അവസ്ഥയിലായി. ശരിക്കും എന്താകും ഹോളിവുഡ് സൂപ്പർ ഹീറോ ചിത്രങ്ങൾക്ക് സംഭവിച്ചത്? അത്തരം ചിത്രങ്ങളെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ചേർത്ത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായ വിലയിരുത്തലുകൾ നടത്താം.